ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ലിഇലാഫി ഖുറൈശ് ഖുറൈശികളെ, ലിഇലാഫി ഖുറൈശ് ഖുറൈശികൾക്കു ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വചനം 1. ലിഇലാഫി ഇണക്കിയതിനാൽ, പരിചയപ്പെടുത്തിയതിനാൽ. ഖുറൈശിൻ ഖുറൈശികളെ. ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്കു ഇണക്കിക്കൊടുത്തത് ഖുറൈശികൾക്കു ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ. വചനം 2. ഈലാഫിഹിം അതായത് അവരെ ഇണക്കിയത്. റിഹ്ലത യാത്രക്ക്. അശ്ശിതാഇ ശൈത്യകാലത്തെ. വസ്സൈഫ് ഉഷ്ണകാലത്തെയും. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതിനാൽ അവർ ഈ വീടിന്റെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ. കൊടുത്തത്. വചനം 3. ഫൽയഅ്ബുദൂ അതിനാൽ അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്ത് ഈ വീടിന്റെ റബ്ബിനെ, ഈ മന്ദിരത്തിന്റെ റബ്ബിനെ. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതെ, അവർക്ക് വിശപ്പിനു ഭക്ഷണം നൽകുകയും അവർക്ക് ഭയത്തിനു സമാധാനം നൽകുകയും ചെയ്തവനെ ആരാധിച്ചു കൊള്ളട്ടെ. വചനം 4. അല്ലദീ അത്അമഹും അവർക്കു ഭക്ഷണം നൽകിയവനായ. മിൻ ജൂഅ് വിശപ്പിന്, പട്ടിണിയിൽ നിന്ന്. വആമനഹും അവർക്ക് അഭയം നൽകുകയും ചെയ്ത, സമാധാനം നൽകുകയും ചെയ്ത. മിൻ ഖൗഫ് ഭയത്തിന്, പേടിയിൽ നിന്ന്. ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഖുറൈശികളെ സംബന്ധിച്ചു മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു അധ്യായമാണിത്. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോകാവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരുമെന്ന നിലക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തിയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ ജീവിതമാർഗങ്ങളിൽ മിക്കവാറും അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈത്തപ്പഴം മുതലായ ചില ഫലവർഗ്ഗങ്ങളല്ലാതെ സാധാരണ കൃഷിവിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പോരായ്മ നികത്തുവാൻ ഉഷ്ണകാലത്ത് ഷാമിലേക്ക് അഥവാ സിറിയയിലേക്ക് വടക്കോട്ടും ശൈത്യകാലത്ത് യമനിലേക്ക് തെക്കോട്ടും അവർ കച്ചവടയാത്രകൾ നടത്തുമായിരുന്നു. അറേബ്യയുടെ കിടപ്പും ഭൂപ്രകൃതിയും അനുസരിച്ച് ശൈത്യകാലത്ത് വടക്കോട്ടും ഉഷ്ണകാലത്ത് തെക്കോട്ടും യാത്ര ചെയ്യുന്നത് വളരെ വിഷമകരമായതുകൊണ്ടാണ് അങ്ങനെ കാലവും ദിക്കും നിർണയിക്കപ്പെടുന്നത്. അറേബ്യ രാജ്യം മണലാരണ്യങ്ങളും വരണ്ട മലമ്പ്രദേശങ്ങളും നിറഞ്ഞതാകൊണ്ട് തണുപ്പുകാലത്ത് തണുപ്പും ചൂടുകാലത്ത് ചൂടും അസഹ്യമായിരിക്കും. സംഘം ചേർന്നും ആഘോഷപൂർവമായിരുന്നു പ്രസ്തുത യാത്രകൾ. നാട്ടിലെ വിഭവങ്ങൾ കയറ്റുമതി ചെയ്ത് വിറ്റൊഴിക്കലും പകരം ഗോതമ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കൾ നാട്ടിൽ ഇറക്കുമതി ചെയ്യലും ഈ കച്ചവട സംഘങ്ങൾ മുഖേനയായിരുന്നു. ഓരോ യാത്രയും 1-2 മാസത്തോളം പിടിക്കും. പലപ്പോഴും വഴിമധ്യേ പല അനിഷ്ട സംഭവങ്ങളും സംഘട്ടനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കും. അതിനുള്ള മുൻകരുതലോടെ തന്നെയായിരിക്കും യാത്രാസംഘങ്ങൾ പുറപ്പെടുന്നതും. ഈ യാത്രകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും പരിചയവും നൽകിയതു മുഖേന അള്ളാഹു ഖുറൈശികളെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ആഹാരമാർഗം നൽകുകയും ചെയ്തു. അവർക്ക് അറബികളിലുണ്ടായിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ യാത്രാസംഘങ്ങൾ ഏറെക്കുറെ സുരക്ഷിതങ്ങളുമായിരുന്നു. കൂടാതെ കഅബയുടെ അടുത്ത സ്ഥലങ്ങളിൽ വെച്ച്
അക്രമവും സംഘട്ടനവും നടക്കുന്നത് വമ്പിച്ച ഒരു പാതകമായി എല്ലാവരും അംഗീകരിച്ചു വന്നിരുന്നതുകൊണ്ട് സ്വന്തം നാട്ടിലും അവർക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു അവരെ അനുസ്മരിപ്പിക്കുന്നത്. ഖുറൈശികൾക്ക് സിദ്ധിച്ച യോഗ്യതകളും കീർത്തിയും സ്വാധീനവും എല്ലാം തന്നെ സിദ്ധിക്കുവാൻ കാരണം അവർ കഅബയുടെ സംരക്ഷകരും അയൽവാസികളും ആയതാണല്ലോ. അപ്പോൾ എല്ലാ നിലക്കും അവർ ആ വിശുദ്ധ മന്ദിരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുവാനും ബാധ്യസ്ഥരാകുന്നു. ഈ ബാധ്യത അവർ നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് അവരെ അള്ളാഹു ഉത്ബോധിപ്പിക്കുക.